വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെ അതിഭയങ്കരമായ രീതിയിലാണ് ഇന്ത്യ വിമർശിച്ചത്. നമ്മുടെ ഒരു ട്രോൾ ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിച്ചു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് നാളായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ വളരെ ശക്തിയുക്തം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലും ഭംഗിയായി ഇന്ത്യ ഉന്നയിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് പാക് അധീന കശ്മീരിൽ വലിയ കലാപം നടക്കുകയാണ്. ഈ പാക് അധീന കശ്മീരിൽ നടക്കുന്ന ഈ കലാപത്തിൽ ഇന്ത്യ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ജമ്മു കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഇന്ത്യ സ്വന്തമെന്ന് കരുതുന്ന പ്രദേശങ്ങൾ പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുകയാണ്. അതിലാണ് ആദ്യം ചർച്ച വേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ പാകിസ്ഥാൻ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ രാജ്യമാണ് എന്നാണ് ഇന്ത്യ പറയുന്നത്. അതായത് ഭീകരവാദത്തെ മാത്രം പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ്, അത് മാത്രം പിന്തുടരുന്ന ഒരു രാജ്യമാണെന്നാണ് ഇന്ത്യ പറഞ്ഞത്. അതേസമയം ഭീകരാക്രമണങ്ങളുടെ ഇരയായിട്ട് ഇവരെ സ്വയമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊരു വലിയ വിരോധാഭാസമാണ് എന്ന് ഇന്ത്യ പറയുന്നു. മുൻകാലങ്ങളിൽ ഭീകരരെ ആതിഥേയത്വം വഹിക്കുന്നതിനെ കുറിച്ചും പരിശീലനം നൽകുന്നതിനെ കുറിച്ചും പരസ്യമായി പാകിസ്ഥാൻ സംസാരിക്കാറുണ്ടെന്നുള്ള കാര്യം UN-ന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പോരാത്തതിന് പാകിസ്ഥാൻ സ്വയം ഭീകരതയുടെ ഇരയാണെന്ന് വിളിക്കുന്നത് എന്ത് തരത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. അതൊരു വിരോധാഭാസമാണ്. പാകിസ്ഥാനെ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വന്തം ഒരു സ്വയമായിട്ട് മറ്റൊരാളെ അടിക്കുമ്പോൾ, തിരികെ കൊള്ളുമ്പോൾ ഈ പാകിസ്ഥാൻ ഞങ്ങളാണ് ഇരകൾ എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് പറയുന്നത്. പിന്നെ പാക് അധീന കശ്മീരിലെ സംഭവ വികാസങ്ങൾ, ഇതിൽ പ്രത്യേകിച്ച് റാവൽകോട്ടിലെ സമീപകാല അശാന്തിയിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ നയതന്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ വർഷങ്ങളായി തുടരുന്ന അടിച്ചമർത്തലുകളുണ്ട്, അവരുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള നിയന്ത്രണങ്ങളുണ്ട്, കടുത്ത നയങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇന്ത്യ പറഞ്ഞു, UN-നോട് പറഞ്ഞു, ഇതിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അല്ലാതെ പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളിലൊന്നുമല്ല നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ആദ്യം നിങ്ങൾ റാവൽകോട്ടിലേക്ക് നോക്കണം. അവിടെ നൂറുകണക്കിന് ആൾക്കാരാണ് ദിവസവും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കശ്മീരിൽ ഉടനീളം നടക്കുന്ന ക്രൂരമായ അടിച്ചമർത്തൽ ശ്രദ്ധിക്കണം. നിർബന്ധിത അധിനിവേശത്തിൽ കെട്ടിപ്പടുത്തതും അടിച്ചമർത്തലിലൂടെ നിലനിർത്തുന്നതുമായിട്ടുള്ള ഒരു വ്യവസ്ഥയുടെ പ്രവചനാതീതമായിട്ടുള്ള ഫലമാണ് ഇത് എന്ന് UN-നോട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സിന്ധു നദീജല ഉടമ്പടിയിലേക്ക് വരുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പോ ഞാൻ പറയട്ടെ, ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, സിന്ധു നദി ജലത്തിന് വേണ്ടിയായിരിക്കും യുദ്ധം ഉണ്ടാകുക എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പൊ ഇന്ത്യ UN-ൽ പറഞ്ഞു അത് നോക്കണ്ട എന്ന് പറഞ്ഞു. അത് ഇനി യാതൊരു കാരണവശാലും നിങ്ങൾക്ക് തുറന്നു തരുന്ന യാതൊരുവിധ പ്രശ്നവുമില്ല, നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, അതുമായിട്ട് ചർച്ചയ്ക്ക് ഇനി UN-ലേക്ക് വരണ്ട എന്ന് ഇന്ത്യ ശക്തിയുക്തം പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ മറുപടി പാകിസ്ഥാൻ ഇത് പല ഭാഗങ്ങളിലും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഈ സിന്ധു നദീജല കരാർ. പക്ഷെ ഇന്ത്യ പറഞ്ഞതുപോലെ തന്നെയാണ്, സിന്ധു നദീജല കരാർ കൊണ്ടുപോകുമ്പോൾ ഇന്ത്യ തിരിച്ചു പറയുന്നത് റാവൽകോട്ടിലെ കൂട്ടമരണങ്ങൾ, പാക് അധീന കശ്മീരിലെ ആ സാധനം നോക്കുക, ആദ്യം നിങ്ങൾ അതൊക്കെ പരിഹരിച്ചിട്ട് വാ. പിന്നെ പാക് അധീന കശ്മീർ നമ്മുടെ സ്ഥലമാണ്, ആ നമ്മുടെ സ്ഥലത്തിലുള്ള ആൾക്കാരെ അടിച്ചമർത്തുന്നതും അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള നടപടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ, സിന്ധു നദീജലവുമായിട്ടുള്ള ഈ പല ഒരു പ്രഷർ ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ പ്രഷറൈസ് ചെയ്യപ്പെടുകയാണോ അതിൽ? അതോ ഇന്ത്യ ഇതൊരു അവസരമായി കണ്ട് പാക് അധീന കശ്മീരിനെ ഇന്ത്യയുമായിട്ട് ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്? ശരിക്കും പറഞ്ഞാൽ ഈ സിന്ധു നദീജല കരാർ ഇപ്പോൾ നിലവിലില്ല, അത് കാലഹരണപ്പെട്ടു പോയി. അത് ഇന്നലെ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു, അതിന്റെ കാലാവധി കഴിഞ്ഞു. കാലാവധി കഴിയുന്നതിന് മുമ്പ് 2019, 2020, 2021 ഈ 3 വർഷങ്ങളിലും ഇന്ത്യ പാകിസ്ഥാന് കത്തയച്ചിരുന്നു, ഇത് നമ്മുടെ തീരുകയാണ്, നമ്മുടെ കരാർ തീരുന്നു. സാധാരണഗതിയിൽ കരാർ തീരുമ്പോൾ വീണ്ടും ചർച്ചകൾ നടത്തി, കാരണം ഈ കരാർ ഒപ്പുവെക്കുമ്പോൾ ഉള്ള ഒരു സാഹചര്യമല്ലല്ലോ പിന്നീട് വരുന്നത്. ഈ ജോഗ്രഫിക്കലി അതിന് മാറ്റങ്ങൾ ഉണ്ടാകാം, പിന്നെ ഈ കാലാവസ്ഥയിൽ വ്യതിയാനം വരുമ്പോൾ ഈ ജലം കൂടുക കുറയുക ഉള്ള കാര്യം വരും. 2, ഈ ജനസംഖ്യാ വർധനവ് വരും, അപ്പോൾ വെള്ളം കൂടുതൽ ആവശ്യം ഉള്ളതായിട്ട് വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചർച്ച ചെയ്ത് നമുക്ക് വീണ്ടും അത് നീട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളൊരു കരാർ വെക്കുകയാണെങ്കിൽ നീട്ടുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ആ 3 വർഷമായിട്ട് ഇന്ത്യ നൽകിയ കത്തുകളിന് മൈൻഡ് ചെയ്തിട്ടില്ല പാകിസ്ഥാൻ. ഇപ്പോൾ അവർ കത്തയക്കുന്നുണ്ട് ഇന്ത്യക്ക്, അന്ന് ആ കത്തുകൾക്ക് മൈൻഡ് ചെയ്തിട്ടില്ല. അവരത് മൈൻഡ് ചെയ്യാത്തൊരു കാരണം വെച്ചാൽ ഇവർ മൈൻഡ് ചെയ്യാതെ വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെനാബ് നദിയിലും അടക്കം ചലം നദിയിലും അടക്കം നമ്മൾ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതുമായി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അണക്കെട്ട് സത്യത്തിൽ പറഞ്ഞാൽ ഈ സിന്ധു നദീജലത്തിൽ നിന്ന് ഈ പാകിസ്ഥാന് പോകുന്ന വെള്ളം കൂടുതലാണ്, കാരണം അവരുടെ ആവശ്യത്തെക്കാൾ കൂടുതലാണത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ തടയണ കെട്ടി ജമ്മു കാശ്മീരിലടക്കം വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ചെറുകിട ജലവൈദ്യുത പ്രൊജക്ടുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ എതിർക്കുന്നതല്ലാതെ ഇതിനകത്ത് നമുക്കൊരു ഡിസ്കഷൻ കൊണ്ടുവരാം. കാരണം ഇവരെ വരാഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ ഈ അളവിൽ വെള്ളം ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്നൊരു പേടി അവർക്കുണ്ട്.
രണ്ടാമത്തെ കാര്യം, ഈ ഡാമിന്റെ കേസിൽ ഇന്ത്യ പറയും ഞങ്ങൾക്ക് ഡാം കെട്ടാതിരിക്കണം. ഡാം അന്നേരം വേണ്ടി വരുമല്ലോ, ഈ വെള്ളം നിയന്ത്രിക്കണമെങ്കിലും ഒരു ഡാം വേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട്. സ്വിച്ച് നമ്മുടെ പൈപ്പല്ലല്ലോ, ഡാം വേണ്ടി വരും. ഈ ഒരു കാര്യത്തിലായിരിക്കാം ഒരു പക്ഷെ അവരതിന് മറുപടി ഒന്നും നൽകിയിരുന്നില്ല. കാരണം അവരൊരിക്കലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവിടെയാണ് എന്റെ വിഷയം. ഇതേ കണക്കൊരു വിഷയം നമുക്ക് ബംഗ്ലാദേശുമായിട്ടുണ്ട്. ഈ വർഷം അവസാനം ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മുടെ ഗംഗാ നദീജല കരാർ ഉണ്ട്. ഗംഗാ നദീജലം പങ്കിടുന്നതുമായിട്ട് 96 നമ്മുടെ ഷേഖ് ഹസീനയുടെ കാലത്ത് ഒപ്പിട്ടൊരു കരാർ. അതിന്റെ കാലാവധി തീരുക, ഈ വർഷം കൊണ്ട് തീരുക. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പൊ അവർക്ക് വെള്ളം കൂടുതൽ വേണോ, നമുക്ക് അത്രയും വെള്ളമുണ്ടോ കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പൊ ഇനി അതിന്റെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. അവര് ഇനി വരുവോ ഇല്ല, ഇനി അതൊരു വിഷയമായി വരുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഈ സിന്ധു നദീജല കരാറിന് ഇങ്ങനെയാണ്. അപ്പൊ ഇനി അതിനകത്തൊരു ഡിസ്കഷൻ കാര്യമില്ല, കാലഹരണപ്പെട്ട് കഴിഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ കരാറൊന്നും അല്ല ഇത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ ഒരു സമ്മതത്തോടു കൂടി നടത്തിയ ഒരു കരാർ. ഇതിന്റെ ആകെ ഉള്ളത് വേൾഡ് ബാങ്ക് ആണ്, ലോക ബാങ്ക് ആണ് ഇതിന്റെ ഒരു ഇടനിലക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കിത് റോളൊന്നുമില്ല, പൈസ കൊടുക്കുന്നവരാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സാധനമാണ് അതിൽ നിൽക്കുന്നത്. അപ്പൊ ഇതൊരു ഇഷ്യൂ ആയിട്ട് വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ കുറെ നാളുകളായി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് കണ്ടിലും നടിക്കാൻ കഴിയില്ല. മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ കാശ്മീർ വിഷയം പാകിസ്ഥാൻ ഉയർത്തും. കാശ്മീർ വിഷയം ഉയർത്തുമ്പോൾ ഇന്ത്യ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണെങ്കിൽ ഇന്നിപ്പോൾ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് കാശ്മീർ ഇഷ്യൂ ഒരു ചർച്ചയല്ല. ഇന്ത്യ അത് കറക്റ്റായിട്ട് POKയിലേക്ക് ചർച്ച വഴിമാറ്റി വിട്ടു. അതായത് ഇപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് POK ആണ്. മനുഷ്യാവകാശ ധ്വംസനമായിട്ട് മുമ്പ് പാകിസ്ഥാൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത് കാശ്മീരാണെങ്കിൽ ഇന്ന് നമ്മൾ പറയും ബലൂചിസ്ഥാൻ, പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ കൊണ്ട് നടത്തിയ ബോംബിങ്, ഖൈബർ പഖ്തൂൺ മേഖല, ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയാനായിട്ട് തുടങ്ങി. അതായത് ഇവരെ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും, നമ്മൾ ഒറ്റ ഡിമാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതായത് ഇനി നമ്മൾ ഒരു ചർച്ച ഉണ്ട് എങ്കിൽ അത് POK കുറിച്ച് മാത്രമാണ് ഇനി നമ്മൾ ചർച്ച. ഇനി നമുക്ക് അതിനപ്പുറത്തെ കുറിച്ച് ചർച്ചയില്ല. സത്യത്തിൽ എന്തിനെ കുറിച്ചാണ് ചർച്ച വെക്കേണ്ടത്? പാകിസ്ഥാൻ നാളെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാശ്മീർ വിട്ടു തരണമെന്നാണല്ലോ. നമ്മുടെ കാശ്മീർ അവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഡിസ്കഷൻ, ഇനി ആകെ ഒരു ഡിസ്കഷനെ നമുക്ക് ചാൻസ് ഉള്ളൂ എന്നാണ് ഇന്ത്യ എല്ലാ കാലവും പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന POK കുറിച്ച്. അതിനപ്പുറത്തേക്ക് ചർച്ചകളില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, വ്യാപാരത്തിന്റെ കാര്യങ്ങളായാലും. വ്യാപാരമൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇല്ലെങ്കിൽ ഫ്ലൈറ്റ്, നമ്മുടെ ആകാശപാതകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ഭീകരവാദത്തിൽ നിങ്ങൾ തടയിടണം. അപ്പൊ ഭീകരവാദത്തിന് എങ്ങനെ തടയിടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഇനി ഭീകരവാദം ഉണ്ടാകരുത് എന്ന് മാത്രവുമല്ല, അതിനൊരു ഉറപ്പ് പാകിസ്ഥാൻ നൽകണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടേതായിട്ടൊരു ലിസ്റ്റ് പാകിസ്ഥാനുണ്ട്, അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാനും നിയമ നടപടികൾക്ക് വിധേയമാക്കുവാനും പാകിസ്ഥാൻ തയ്യാറാകണം. ഈ രണ്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ അവിടുത്തെ ഭീകരന്മാരുടെ തണലിലാണ് അവന്മാർ ഭരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അവന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത്? അത് നടക്കില്ല. അതാണ് ഇതിനകത്ത് ഒരു വലിയ ഇതായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ വെള്ളത്തിന്റെ വിഷയം വരുമ്പോൾ സ്വാഭാവികമായി തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഐക്യരാഷ്ട്രസഭയുടെ ആർട്ടിക്കിൾ 51 പ്രകാരം ഇത് യുദ്ധപ്രഖ്യാപനമാണ്, യുദ്ധമാണ് ജലം തന്നില്ലെങ്കിൽ, അതുകൊണ്ട് ഞങ്ങൾ ഇത് യുദ്ധമായിട്ട് ഏറ്റെടുക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായി തന്നെ അവരതിനുള്ളൊരു പ്രക്ഷോഭത്തിന്റെ വരും. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് അത് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒന്ന് POKയിൽ ഉണ്ടായിരിക്കുന്ന വലിയ പ്രക്ഷോഭം എന്ന് മാത്രമല്ല, POKയിലെ ജനം പറയുന്നുണ്ട്, നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിങ്ങിനെ കുറിച്ച് ജനം സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു ഉടായ്പ കാണിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പൂഞ്ച് സെക്ടറിൽ അവരൊരു വെടിനിർത്തൽ ലംഘനം നടത്തിയിട്ടുണ്ട്, വെടിവെപ്പൊക്കെ നടത്തിയിരുന്നവർ. അപ്പൊ അതിനുള്ള സാധ്യതകൾ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അടുത്ത വിഷയം നമ്മുടേത് ഭീകരവാദമായിരിക്കില്ല, വെള്ളമായിരിക്കും, ജലബോംബായിരിക്കും അടുത്ത ഒരു വിഷയം. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്.